വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ 3 പേരുണ്ട്. കുട്ടിയുടെ അമ്മ, അച്ഛൻ, അമ്മാവൻ എന്നിങ്ങനെ 3 പേരാണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുള്ളത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പ് ഡിവൈഎസ്പി ഇവിടെ എത്തിയിരുന്നു. നമുക്കിവിടെ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ സ്റ്റേഷനിലുണ്ട്. അമ്മയുടെ അമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അമ്മ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കുഞ്ഞിനെ അവസാനമായിട്ട് എപ്പോഴാണ് കാണുന്നത്? അമ്മയുടെ പേരെന്താ? അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ് കുഞ്ഞിനെ? അവസാനമായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു 10-11 മണിയായപ്പോഴാണ് ഞാൻ കണ്ടത്. മോന് ഉപ്പമാണോ കിടന്നത്? ഈ അമ്മയുടെ മുത്തശ്ശിയുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായി DYSP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതനുസരിച്ച് അമ്മയ്ക്ക് മരുമകനെ സംശയമുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മോട് പറഞ്ഞിരുന്നത്. മരുമകന് സ്വാധീനം ഉള്ളതാണ്, പോലീസിലടക്കം സ്വാധീനമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ മരുമകനെ മുത്തശ്ശിക്ക് സംശയമുണ്ട് എന്നുള്ളൊരു സംശയം കൂടി പറഞ്ഞിരുന്നു. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രസാദ്, മൊഴികളിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് വന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന കുട്ടിയുടെ അമ്മയും അച്ഛനും ഒരുമിച്ചല്ല താമസം എന്നുള്ളതാണ് നേരത്തെ അമ്മ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞാണ് കുറേ കാലമായി കഴിഞ്ഞിരുന്നത്. എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളുണ്ടെങ്കിൽ വരും എന്നല്ലാതെ സ്ഥിരമായൊരു താമസം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ മരിച്ച കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ 16 ഇത് അതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടിയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കുട്ടിയുടെ അച്ഛൻ എത്തുന്നത്. അങ്ങനെ ചില ദുരൂഹമായ സാഹചര്യങ്ങളുണ്ടെന്നുകൂടി മുത്തശ്ശി നേരത്തെ നമ്മോട് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ മുത്തശ്ശിയുടെ കൂടി മൊഴിയെടുക്കുകയാണ്. ഇപ്പോൾ 4 പേരാണ് പോലീസ് സ്റ്റേഷനിൽ, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുള്ളത്. 4 പേരെയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണ് പോലീസുള്ളത്.